ലഹരി മരുന്ന് കച്ചവടം കണ്ടില്ലേ? ആരെയും പേടിയില്ലാതെ പെരുമ്പാവൂര് നടു റോട്ടിലിരുന്ന് ഭായിമാര് കച്ചവടം ചെയ്യുന്നത് കണ്ടോ? ഒന്നും രണ്ടും ആളുകളല്ല കേട്ടോ, ഒട്ടനവധി ബംഗാളികൾ ഇതിന്റെ പിന്നിലുണ്ട്. അത് അങ്ങിങ്ങാട്ടിരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങാൻ ധാരാളം മലയാളി പയ്യന്മാരും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആരെയും ഭയക്കാതെ ഇവിടെ മാത്രമാണ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ആത്മവിശ്വാസം എല്ലാവരുടെയും കണ്ണിലുണ്ട്. കണ്ടില്ലേ? ആരെ പേടിക്കാനാണ്, ആര് ചോദിക്കാനാണ്? ഒന്നിനും ഇവിടെ ആരും ചോദിക്കാനോ പറയാനോ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എന്ത് നടക്കും എന്നുള്ളൊരു ധൈര്യം എല്ലാ ബംഗാളികൾക്കുണ്ടെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാ കണ്ടില്ലേ, കൊൽക്കട്ടയിൽ നിന്ന് വന്ന ഏതൊരു സെലിബ്രിറ്റിയാണ്. അവൻ എല്ലാവർക്കും അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് സെൽഫി എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം പറഞ്ഞാൽ വലിയ അലമ്പൊന്നുമില്ലാതെ കുറച്ച് പയ്യന്മാർ മാറി നിന്ന് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. ബംഗാളികളാണ്, എല്ലാ കൂട്ടത്തിലും നല്ലതും ചീത്തയായിട്ട് ഒത്തിരി ആളുകളുണ്ടല്ലോ. അതാണ് ഈ ലോകം. അപ്പോൾ സാധാരണ രീതിയിൽ പെരുമ്പാവൂര് ബംഗാളികൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ. പക്ഷെ ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂർ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ബംഗാളികൾ വന്നിട്ടുണ്ട്. അവർ വന്നതിനോടൊപ്പം ഇഷ്ടംപോലെ ലഹരി മരുന്ന് കച്ചവടമാണ് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒട്ടനവധി ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ മനസ്സിലാക്കാനും സാധിക്കുന്നത്. ധാരാളം യാചകരും അതിനോടൊപ്പം തന്നെ കുറേ ആളുകൾ ലൈഫ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നല്ല സുന്ദരിയൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടംപോലെ ബ്യൂട്ടി പാർലറുകളുണ്ട് ഭായിമാരുടെ. അത് കൂടാതെ ബംഗാളിൽ നിന്ന് വന്നിരിക്കുന്ന, കൽക്കട്ടയിൽ നിന്ന് വന്നിരിക്കുന്ന ഉണക്ക മീനുകൾ, ഇത് നമുക്കിവിടെ കിട്ടുന്ന ആഫ്രിക്കൻ കൂരി എന്ന് പറയുന്നൊരു സാധനമാണ്. അത് ഉണങ്ങി വന്നിരിക്കുന്നതാണ്. അത് കൂടാതെ ഇതാ കണ്ടില്ലേ, അങ്ങിങ്ങായിട്ട് സലൂണുകളും നല്ല ഫുഡും അതിലപ്പുറമായിട്ട് അവരുടെ ഡ്രസ്സുകളെല്ലാം സ്റ്റിച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിൽ കൂടെ നിറയെ തയ്യൽ മെഷീനായിട്ട് ഒത്തിരി ആളുകൾ ബംഗാളികളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മാത്രം കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെരുമ്പാവൂർ മാത്രം കാണാൻ പറ്റുന്ന ഒരു അപൂർവ കാഴ്ചയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭായിമാർക്ക് ഒരുപാട് ഡ്രസ്സുകളൊക്കെ അവരിങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്ക് മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കീറിയത് സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് അങ്ങിങ്ങായിട്ട് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ അവരിങ്ങനെ സൺഡേകളിൽ വരും. അത് എന്തായാലും വളരെ രസകരമായിട്ടൊരു കൗതുകം തോന്നുന്നൊരു കാഴ്ച തന്നെയാണ്. ഇതിവിടെ വന്ന് ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പലർക്കും വളരെ ബുദ്ധിമുട്ട് തോന്നും. മറ്റൊന്നും കൊണ്ടല്ല, ഭായിമാർക്കൊരു പ്രത്യേകത ഉണ്ട്. അവരിങ്ങനെ കാർക്കിച്ച് തുപ്പി മുറുക്കിയതൊക്കെ തുപ്പി അങ്ങനെയായിട്ട് ഇടുക. വളരെ വൃത്തിയുടെ സ്മെല്ലാണ് ഇവരെല്ലാം. അപ്പോൾ നമുക്ക് അവരുടെ നടുവിലൂടെ നടന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് അത്ര എളുപ്പമല്ല കേട്ടോ. പിന്നീട് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിലൊന്നാണ് പൈനാപ്പിൾ. അവർ ധാരാളമായിട്ട് ഇതിവിടെ അങ്ങനെയായിട്ട് വാങ്ങിച്ചു കഴിക്കും. പിന്നെ അതേ ഡ്രസ്സ്, ഫോണ്, മറ്റ് കൊച്ചു കൊച്ചു സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാട്ട് കൊച്ചു കടകളെല്ലാം തുറന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവർക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സസാണ്. അപ്പോൾ അത് അവർ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെ അങ്ങനെയായിട്ട് കൊച്ചു കൊച്ചു കടകളിൽ നിന്ന് വാങ്ങാം.